കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്രയും ഒരു എഫക്റ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ കാരണം തന്നെ ഈ ഒരു മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ്. കാരണം ഓരോ പ്രാവശ്യവും ഓരോ യുണീക്കായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റോള് തേടി പിടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്. വളരെ ലെജൻഡറി ആയിട്ടുള്ള വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് മമ്മൂട്ടി. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ എത്രയോ സിനിമകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൽ 400 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറൊരു സിനിമയായിട്ട് ഒത്തിരി വില്ലൻ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻസും ആ ഒരു രീതിയിലുള്ള കൈൻഡ് ഓഫ് പെർഫോമൻസാണ് ഓരോ സിനിമയിലും കൊണ്ടുവരുന്നത്. ചിലപ്പം ചില സിനിമകളൊക്കെ ചില ആക്ടേഴ്സൊക്കെ പറയാറുണ്ട് ഓരോ ക്യാരക്ടറിന് വേണ്ടി അത്രയും മെനക്കെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്. സോ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടി മെനക്കെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷേ പെർഫോമൻസ് വൈസ് വരുമ്പോൾ ചിലരുടെയൊക്കെ പെർഫോമൻസ് മറ്റുള്ള സിനിമകളിലെ എന്തെങ്കിലും ചെറിയ എക്സ്പ്രഷൻസോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒക്കെ തന്നെ വന്നു കാണും. പക്ഷേ ഇപ്പം മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ വേറൊരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയിട്ടൊരു സാമ്യത ഇല്ലാതെ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഔട്ട്പുട്ട്. ആ ഒരു പെർഫോമൻസിൽ ഗംഭീരമാവാൻ കാര്യം. സോ അതാണ് കളങ്കാവലിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പോലീസുകാരുടെ പരിശ്രമം, ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ, വഴുതി പോകുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഒരു മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. സോ അതിപ്പോൾ പെൺകുട്ടികളെ പറ്റിക്കുന്ന സീനാണെങ്കിലും ബാക്കിയുള്ള പിടിക്കുമോ എന്നുള്ള പേടി വരുന്ന സീക്വൻസസ് ആണെങ്കിലും പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെൺകുട്ടികളെ കൊലപ്പെടുത്തുന്ന സീക്വൻസസ് ആണെങ്കിലും ആ ഒരു സൈക്കോ കൈൻഡ് ഓഫ് ക്യാരക്ടർ ആ ഒരു മീറ്ററിൽ തന്നെ കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ട് നൽകാൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു സിനിമയുടെ മേജർ ഹൈലൈറ്റ് ആണ്. അതാണ് കളങ്കാവൽ.